ഇന്നൊരു അത്ഭുത ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഈ ഇസ്മ നമ്മുടെ ഏത് ജോലിയും എളുപ്പമാകാൻ കാരണമാകും. ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ എങ്ങനെയായാലും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, നമ്മേക്കാൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകൾക്ക് ജോലി ലഭിച്ചു, നമ്മൾ കുറേ കാലമായി വിസിറ്റിങ്ങിൽ കഴിയുന്നു, ജോലി റെഡിയാകുന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട ഏതു തടസ്സങ്ങളും നീങ്ങാനും ചെയ്യുന്ന ജോലി ആയാസരഹിതമാകാനും എളുപ്പമാകാനും കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് ഈ ഇസ്മ. സന്താന സൗഭാഗ്യമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന 25-30 വർഷങ്ങളായി മക്കളില്ലാതെ IVF ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് വിജയം കാണാത്ത എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മിനേക്കാൾ ഫലം ചെയ്യുന്ന മറ്റൊരു ഇസ്മ ഏതാണ്? ഇത് വലിയ ഫലം നൽകും. അത്തരം വിഷയങ്ങൾക്ക് പരീക്ഷിച്ചറിഞ്ഞതാണ്, ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതുമാണ്. തീരെ പ്രസവിക്കാത്ത മച്ചിയായ സ്ത്രീ, അവർക്ക് 7 ദിവസം ചെയ്യാനുള്ള പ്രസിദ്ധമായ ഒരു അമൽ ഈ ഇസ്മ കൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആധുനിക മെഡിക്കൽ സയൻസ് മക്കളുണ്ടാകാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം അല്ലേ? കൗണ്ട് കുറവാണ്, ഓവുലേഷൻ നടക്കുന്നില്ല, PCOD, PCOS തുടങ്ങി ഒരുപാട് ടേംസ് ഉണ്ട്. ഇത്തരം തടസ്സങ്ങളൊക്കെ റബ്ബാകുന്ന ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മുമ്പിൽ പരിഹാരം കണ്ടെത്തിത്തരാൻ കാരണമാകുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു അമലാണ് ഇത്. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൻ്റെ കൃത്യമായ വിവരണം നിങ്ങൾക്ക് ലഭിക്കും. ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ച് വയറിൽ ഭക്ഷണം നന്നേ കുറച്ച് വയറ് കാലിയായ രൂപത്തിൽ ഏകാന്തമായി ഇരുന്ന് ഈ ഇസ്മ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ, നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ ഇരുന്നത് ആ വിഷയം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഖാദിം ഇറങ്ങി വന്ന് ആ വിഷയം പൂർത്തീകരിച്ചു തരുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിവിശിഷ്ടമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID-യിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അൽ മുസവ്വിർ എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. പലപ്പോഴും പല ആളുകളും പല വിഷയങ്ങളും കാണാതെ പോയിട്ടുണ്ട്, പലതും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഇത് എഴുതി വച്ച ആളുകളുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ കൃത്യമായി ഇതൊന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇത് എഴുതി വച്ചാൽ ഇതിൽ ഒരുപാട് അമലുകൾ പറയുന്നുണ്ട്. ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പതിവാക്കേണ്ട ഒരു ഇസ്മും കൂടെയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മാണിത്. രൂപം നൽകുന്നവൻ, അനുയോജ്യമായ ആകാരമേകുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. അള്ളാഹു നമുക്ക് എന്തു ഭംഗിയുള്ള രൂപമാണ് നൽകിയിട്ടുള്ളത്. ഇതര ജീവികളിലേക്ക് നമ്മൾ ഈ അമലുകൾ പറയുമ്പോൾ ഇതിൻ്റെ ആശയങ്ങളോ അർത്ഥങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളിത് ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്കിതിൻ്റെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മിൻ്റെ അമലിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഒരു തത്തമ്മേ പൂച്ച എന്ന കേവലം തത്തമ്മേ പൂച്ച പോലെ പറയാനല്ല, ഇതിൻ്റെ ആശയം മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്നും വരുന്ന അൽ മുസവ്വിർ എന്നുള്ള ഇസ്മിനാണ് ഫലം ലഭിക്കുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അൽ മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ, അനുയോജ്യമായ ആകാരമേകുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. വസ്തുക്കളെ ഏറ്റവും മികച്ച വിധത്തിൽ ക്രമീകരിക്കുകയും അവക്ക് വളരെ നല്ല ആകാരം നൽകുകയും ചെയ്തവൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിന് മുസവ്വിർ എന്നുള്ള പേര് ലഭിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട് ഈ ഇസ്മിനെ കുറിച്ച്, ആകാശഭൂമികളെ മുറപ്രകാരം സൃഷ്ടിച്ചു, അവൻ നിങ്ങളുടെ രൂപങ്ങൾ നന്നാക്കുകയും ചെയ്തു, അവനിലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ഒരു ഇസ്മിൻ്റെ മനുഷ്യനുള്ള പങ്കെന്താണെന്ന് ചോദിച്ചാൽ
ആദ്യമായി മനുഷ്യൻ തൻ്റെ ശരീരം, അവയവങ്ങൾ, അവയുടെ ഘടന എന്നിവയും അവയെ സൃഷ്ടിച്ചതിലും ക്രമീകരിച്ചതിലുമുള്ള യുക്തിയും മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു വിശാലമായ ആശയം മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ശാരീരിക വസ്തുക്കളുടെ ആകാരം അറിയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ ആത്മീയ സൃഷ്ടികളെ സംബന്ധിച്ച് ജ്ഞാനത്തെക്കുറിച്ച് സദാസമയവും അള്ളാഹുവിനെ ആരാധന ചെയ്യുന്ന മലക്കുകൾ, അവരുടെ സ്ഥാനങ്ങൾ, വാനലോകത്തും ഭൂമിയിലും നക്ഷത്രഗോളങ്ങളിലും അവരെ അധികാരപ്പെടുത്തിയ തൊഴിലുകൾ, മനുഷ്യരുടെ ഹൃദയത്തിൽ സന്മാർഗം എത്തിക്കുന്നതിൽ മലക്കുകൾക്കുള്ള പങ്ക്, ജന്തുജാലങ്ങൾ അവയുടെ ആവശ്യകാര്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമായ നൈസർഗിക കഴിവുകൾ നൽകുന്നതിൽ അള്ളാഹുവിനുള്ള പങ്ക്, മലക്കുകളിനുള്ള പങ്ക്, ഇവയെല്ലാം അൽ മുസവ്വിർ എന്ന ഇസ്മിലെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആകാരം നൽകുന്നവൻ, രൂപം നൽകുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഖാലിഖ്, ബാരി, മുസവ്വിർ, ഈ 3 ഇസ്മുകൾ നമുക്കറിയാം. ഖാലിഖ്, ബാരി, മുസവ്വിർ എന്ന് പറയുന്ന ഈ 3 ഇസ്മുകളും ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കുക, സമാനാർത്ഥ പദങ്ങളാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഒരർത്ഥമല്ല, പക്ഷേ സമാനമായ എന്തൊക്കെയോ ഈ 3ലും കിടക്കുന്നുണ്ട്. ഖാലിഖ്, മുസവ്വിർ, ബാരി, ഖാലിഖ്, ബാരി, മുസവ്വിർ, ഈ 3. അപ്പോൾ ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ഈ 3ഉം പര്യായ പദങ്ങളാണെന്ന്. ആ വാദം ശരിയല്ല യഥാർത്ഥത്തിൽ. കാരണം മുമ്പ് ഇല്ലാത്ത ഒന്നിനെ ആദ്യമായി നാം ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു പദ്ധതി ആവിഷ്കരിക്കണം. എന്നിട്ട് ആ പദ്ധതി അനുസരിച്ച് നിർമ്മാണം നടക്കുകയും അതിന് രൂപം നൽകുകയും വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു ഇല്ലാത്തൊരു വസ്തുവിനെ, ഇല്ലായ്മയിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും വേണം. ആദ്യം അതിൻ്റെ ഒരു പ്ലാൻ നടക്കണം, പിന്നെ അതിന് രൂപം നൽകണം, പിന്നെ അതിൻ്റെ നിർമ്മാണം നടക്കണം. ഇങ്ങനെയാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ സൃഷ്ടി പദ്ധതി പ്ലാൻ ചെയ്യുന്നു, ആവിഷ്കരിക്കുന്നവൻ എന്ന നിലയ്ക്ക് അള്ളാഹു ഖാലിഖാണ്. ഞാൻ ആ അർത്ഥത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി തരികയാണ്. മുമ്പ് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുന്നു എന്ന അർത്ഥത്തിൽ അവൻ ബാരി ആണ്. ആ ഉണ്ടാക്കുന്ന ആ വസ്തുവിന് ഏറ്റവും നല്ല രൂപം നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നു എന്ന നിലയിൽ അവൻ മുസവ്വിറാണ്. ഈ 3ഉം ഇതുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം സൃഷ്ടിക്കുന്നവൻ, രൂപം നൽകുന്നവൻ തന്നെ സൃഷ്ടിക്കുന്നവൻ എന്ന രൂപത്തിലേക്ക് മനസ്സിലാക്കാതെ ഇതിൻ്റെ ഒരു വേരിയേഷൻസ് ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ 3 ഇസ്മുകൾ, ഖാലിഖ്, ബാരി, മുസവ്വിർ, ഈ 3 ഇസ്മുകൾ നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അനുവദനീയമായ മാർഗത്തിലൂടെ ഭക്ഷണം ലഭിക്കാൻ സമസൃഷ്ടികൾക്ക്, നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നതും മരണശേഷവും മുറിഞ്ഞു പോകാത്തതുമായ എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. അധ്യാപനം, ഗ്രന്ഥരചന തുടങ്ങി നമുക്ക് കഴിയുന്ന എന്തെങ്കിലും തൊഴിൽ ചെയ്ത് നാം സമ്പാദിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഇസ്മിനെക്കുറിച്ച് നമ്മളിത് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫലം കൃത്യമായി ലഭിക്കുക. പിന്നെ റിയാള, അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ റിയാള പൂർത്തിയാക്കി വീട്ടണം. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കണം. അതിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മോ അസ്മാഉൽ ഹുസ്നയോ ഒക്കെ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇജാസത്ത് മഹാന്മാരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് അതിനനുസരിച്ച് അത് കൊണ്ടു നടക്കുകയാണെങ്കിലൊക്കെ നല്ല ഫലം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ നാമം പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ, ശ്രദ്ധിക്കുക, ഈ ഇസ്മ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഏത് തൊഴിലും പ്രയാസരഹിതമാകും. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ല, അവർ ചെയ്യുന്ന ജോലി വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നു. എന്നാൽ ചില ആളുകളോ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടില്ല, അവർ എൻജോയ് ചെയ്താണ് അവരെ ജോലി ചെയ്യുന്നത്, അല്ലേ? ചില ആളുകളെ സംബന്ധിച്ച് ചില ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ചെന്നാൽ നമ്മൾ അവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരെന്തോ ഒരു പ്രയാസത്തിലിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി അവർ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ, അല്ലേ? അവരൊരു തലവേദനയായിട്ട് അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് ആകെ ഡസ്പായിട്ടിരിക്കുന്നത് കാണാം. കുറേ ഫയൽസ് നോക്കി ഇതായിട്ട് എന്തോ ഒരു മടുപ്പ് പോലെ അവർ ഫീൽ ചെയ്യും നമുക്ക്. അത് അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്കൊരു ഇടങ്ങറും പ്രയാസവും അതിലൊരു റാഹത്തും സംതൃപ്തിയും ഇല്ലാത്ത. എന്നാൽ ചില ചൈനീസും അതേപോലെ തന്നെ ജാപ്പനീസൊക്കെ ചില വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അവർ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് മനോഹരമായിട്ട് അവർ ചെയ്യുന്നത്. അവരൊരു പൊറാട്ട അടിക്കുകയാണെങ്കിലും
അവരെന്തെങ്കിലും നമുക്കൊക്കെ വളരെ റിസ്ക്കുള്ള ജോലി അവർ എൻജോയ് ചെയ്ത് ഒരു പുഞ്ചിരി വിടർത്തിയിട്ടെല്ലാം ചെയ്യുന്നത് കാണുന്നുണ്ട്. ചെയ്യുന്ന ജോലി ഇഷ്ടമുള്ള ജോലിയായിരിക്കുക എന്നുള്ളത് അത് നമുക്ക് ആ ജോലിയിൽ മുന്നേറ്റം ലഭിക്കാൻ കാരണമാകും. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൽ മടുപ്പ് വരും. മടുപ്പ് വരുമ്പോൾ അതിൽ പെർഫോമൻസ് കുറയും. പെർഫോമൻസ് കുറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ആ ജോലിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ മുതലാളിക്ക് ഈ ജോലിയിൽ ഒരു പെർഫോമൻസ് ഇല്ലെങ്കിൽ ആളെ മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉന്നത വിജയം ലഭിക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുന്ന ജോലിയും തൊഴിലൊക്കെ നമ്മുടെ പാഷൻ ആവാനും ആയാസരഹിതമാകാനും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും കാരണമാകുന്ന വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ മുസവ്വിർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അതത് നമ്മൾ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഈ അതത് അനുസരിച്ചൊക്കെ ചൊല്ലുകയാണെങ്കിൽ നല്ല ഫലം ഇതിനുണ്ടാകും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെക്കുറിച്ച് വരാം. അപ്പോൾ ജോലിയിൽ വിസിറ്റിംഗ് വിസയിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഒരു നിലക്കും ജോലി കിട്ടുന്നില്ല. അവരുടെ മാതാപിതാക്കൾ അവരോട് മക്കളോട് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക. ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ പ്രചാരം വന്നതോടുകൂടെ അവരവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന കഴിവുകൾ സ്കിൽസുകൾ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ. എങ്ങനെ ബിസിനസ്സിന്? ക്രാഫ്റ്റ് വർക്ക്, ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുക, മറ്റേ കസ്റ്റമൈസ്ഡ് മിഠായിസ്, ക്യാൻഡീസ്, ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ വേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത് മനോഹരമാകുക, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, അവരിഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ആകുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ചെയ്യുന്ന ചില റെസിൻ ആർട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്, ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കും ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർ, ചിത്രം വരയ്ക്കുന്നവർ, ഡ്രോയിങ്, ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കൊക്കെ ആ വർക്ക് ആകുക എന്നുള്ളത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രൂപത്തിലേക്ക് അവരുടെ ചിന്തയെയും അവരുടെ ഭാവനയൊക്കെ എത്തിക്കാൻ കാരണമാവുകയും ആളുകളൊക്കെ അവരുടെ പ്രൊഡക്റ്റിലേക്ക് അട്രാക്റ്റീവ് ആവുകയൊക്കെ ചെയ്യാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ മുസവ്വിർ എന്ന് പറയുന്ന ഇസ്മ. കാരണം ഇതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല രൂപം നൽകുന്നവനായ അള്ളാഹു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇസ്മ ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയിൽ നമ്മൾ ഇടപെടുന്ന മേഖലയിലൊക്കെ നല്ലൊരു ഒരു 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 പെർഫോം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആ രൂപത്തിന് മാറ്റിത്തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ ഇങ്ങനത്തെവർക്കൊക്കെ ഇസ്മ കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്നുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട്. ഇവിടെയും പലരും വരാറുണ്ട്. ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾക്ക് നമ്മൾ പറയാറുണ്ട്, നമ്മളിവിടുന്ന് അതിൻ്റെ സയൻറ്റിഫിക്കൽ മെത്തേഡും അതേപോലെ തന്നെ സ്പിരിച്വൽ മെത്തേഡും പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് സക്സസ് ആവുക. അങ്ങനെ ഒരു 6 മാസം നമുക്ക് നമ്മുടെ മുമ്പിൽ മക്കളില്ലാതെ ഒരു 15-20 വർഷമായിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കപ്പിൾസിനെ ലഭിക്കുകയും 6 മാസം കണ്ടിന്യൂസ്ലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാവുകയും ചെയ്ത് അവർക്ക് മക്കളുണ്ടായ എത്രയോ അനുഭവങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ സാധിക്കും. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി ബോധ്യപ്പെടുകയും ചെയ്ത ചില ടിപ്സുകളാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ചില ഭാഗങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് ഗർഭധാരണം നടക്കാതെ പോയ എത്രയോ ദമ്പതികളുണ്ട്. ഇത്തരം കേസുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർ നേരത്തെ ഇത് ഈ വിഷയത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് അറിയിക്കണം. അത് നമുക്ക് കുറച്ചും കൂടി സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയുന്നത്. അപ്പോൾ സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതികൾക്ക്, കപ്പിൾസിന് ഈ ഇസ്മ വളരെയധികം ഉപകാരപ്രദമാണ്, നല്ല ഫലം ചെയ്യുന്നില്ല. ഇത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഗർഭധാരണത്തിനുള്ള ശേഷിയുണ്ടാവുകയും എല്ലാവിധ തടസ്സങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങിയിട്ട് നല്ല റാഹത്തുള്ള മക്കളുണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു ഇസ്മാണ് അസ്മാഉൽ ഹുസ്നയിലെ അൽ മുസവ്വിർ എന്ന് പറയുന്ന ഇസ്മ. ഇതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആധുനിക മെഡിക്കൽ സയൻസ് ഇനി ഒരിക്കലും മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയിട്ടുണ്ട്. നല്ല സ്വാലിഹീങ്ങളായ മക്കൾ.
എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് അള്ളാഹു മക്കളെ നൽകിയിട്ടുണ്ട്. ഒരാണിൻ്റെ സ്പർശം കൂടാതെ മക്കളെ നൽകിയവരാണ് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത്. ആ റബ്ബിന് കഴിയാത്തതായിട്ടൊന്നുമില്ല എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. എവിടെ മുട്ടിയാലും തുറക്കപ്പെടാത്ത വാതിൽ മുട്ടിയാൽ തുറക്കപ്പെടും എന്ന് റബ്ബ് പറഞ്ഞ് നമ്മോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞ സമയങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കും. അതാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം സഫലീകരിക്കും. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ചില അമലുകൾ ഉണ്ടാകണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടമുണ്ടാകുക. അതിനൊക്കെ ഉപകരിക്കപ്പെടുന്ന ഒരു അമലാണിത്. ഇപ്പോൾ കൗണ്ട് കുറവാണെന്ന് പറയുന്നു, കംപ്ലൈൻറ്റുകൾ അല്ലേ, അതിൻ്റെ റീസൺസ്. അതേപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്നില്ല, PCOD ആണ്, PCOS ആണ്, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഇറഗുലറായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, അത് പല പ്രതിസന്ധികളും പല തടസ്സങ്ങളും. ഞാനതിനെക്കുറിച്ച് സെപ്പറേറ്റ് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പലരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്ത് കിട്ടാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ്. സന്താനങ്ങൾ ജനിക്കാത്ത സ്ത്രീകൾ ഈ ഇസ്മ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് അമലുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതിന് ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീരെ പ്രസവിക്കാത്ത മച്ചിയായ സ്ത്രീ ഉണ്ടല്ലോ, ഇത് കപ്പിൾസാകുമ്പോൾ രണ്ടുപേരും കൂടെ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കണം, ഉരുവിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്ക് നല്ല മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ട രൂപം 7 ദിവസം നോമ്പനുഷ്ഠിക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഇസ്മ 21 പ്രാവശ്യം ഉരുവിടുകയും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത്, ശുദ്ധമായ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുകയും ആ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യാം. ഇത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ അമൽ ചെയ്തിട്ട് ഇതുകൊണ്ട് റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകളുണ്ട്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പോൾ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല റിസൾട്ട് ലഭിക്കും. ആത്മാർത്ഥമായി ചെയ്യണം. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും മുറുകെ പിടിക്കണം. 5 വഖത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കരുത്. അപ്പോഴേക്കാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുക. അതേപോലെ തന്നെ മറ്റൊരു അമലാണ്, ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്തിലൊരു ചതുരപാത്രത്തിൽ നിറയെ ഈ ഇസ്മിനെ എഴുതുക. പിന്നെ ഈ ബുഹൂറൊക്കെ പുകച്ചിട്ട് അത് പുകച്ചതിന് ശേഷം ശുദ്ധജലം കൊണ്ട് മായ്ച്ച് ഒരാഴ്ചക്കാലം അത് തുടർച്ചയായി അതുകൊണ്ട് ഇങ്ങനെ ഈ പ്രശ്നമുള്ള ആളെ നോമ്പ് തുറപ്പിക്കുക. അതുകൊണ്ട് അധികം താമസിയാതെ അവർക്ക് മക്കളുണ്ടാകും എന്നുള്ളതാണ്. ബിഇദ്നില്ലാഹി തആല. അല്ലാഹു മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഭാര്യയുമായിട്ടൊക്കെ ഈ സെക്സ് റിലേഷനിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഇസ്മ 10 പ്രാവശ്യം ചൊല്ലിയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിൽ ജനിക്കുന്ന കുഞ്ഞ് സദ്വൃത്തരായ നല്ല സ്വാലിഹീങ്ങളായ മക്കളായിരിക്കും എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ്, ഏത് ദുആയാണ്, ഏത് സന്ദർഭത്തിലാണ് ഫലം ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ അതിലെന്തോ ഒരു ഖൈർ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതുപോലെ നമുക്ക് നൽകും. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. നിങ്ങൾക്ക് അംബിയാഇൻ്റെയും പ്രവാചകന്മാരുടെയും ചരിത്രം അറിയൂലേ? അവരൊക്കെ അല്ലാഹുവിനോട് എത്ര തവണ ചോദിച്ചാണ് അവർക്കതിൻ്റെയൊക്കെ റിസൾട്ട് ലഭിച്ചത്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് അല്ലാഹുവിനോട് ചോദിക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുക. ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? ഇതിൻ്റെ അതനുസരിച്ച് ഉരുവിടലിനെ പതിവാക്കിയാൽ ഇതിൻ്റെ മലക്ക് വന്ന് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. അവർക്ക് ആത്മാക്കൾ അയാളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് കൊണ്ട് അദൃശ്യാത്മകമായി ബന്ധപ്പെടാൻ കഴിയുന്നു. ഊഹങ്ങളുടെയും ഭാവനകളുടെയും ലോകത്തെ നിയന്ത്രണാധികാരം പോലും അയാളുടെ കയ്യിൽ വരും. ഒരുപാട് വിഷയങ്ങൾ അവന് തുറന്നിട്ടാൻ കാരണമാകും ഈ ഇസ്മിനെങ്ങനെ ഇതിൻ്റെ അതനുസരിച്ച് പതിവാക്കിയാൽ. ഇതൊക്കെ നിങ്ങളിപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലതിങ്ങനെ മറന്നോ. നിങ്ങൾക്കൊരു ഡയറി വേണം എല്ലാവർക്കും, പ്രധാനപ്പെട്ട ചില പോയിന്റുകളൊക്കെ എഴുതി വെക്കാൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിലൊക്കെ
ഈ ഇസ്മും ഈ അമലുകളൊക്കെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സജ്ജനങ്ങൾ, സ്വാലിഹീങ്ങളായ ആളുകൾ ഇസ്മിനെ പതിവാക്കിയാൽ മുഷാഹദ എന്ന് പറയുന്നൊരു മഹത്തായ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തേക്ക് അവർക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു ഖാദിമുണ്ട്. ആ ഖാദിമിൻ്റെ കീഴിൽ 336 അണികളുണ്ട്. ഓരോ അണികളിലും 336 മാലാഖമാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് 336 നോക്കൂ. മീം എന്ന് പറഞ്ഞാൽ 40, സ്വാദ് എന്ന് പറഞ്ഞാൽ 90, വാവ് എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മീം 40, സ്വാദ് അബ്ജദ്, ഹവ്വസ്, ഹുത്തി, കലമൻ, സാഫസ്, ഖറഷത്ത്, സഖിദ്, റാ എന്ന് പറഞ്ഞാൽ 200. അങ്ങനെ ടോട്ടൽ 336 ഇതിൻ്റെ ആയത്. അപ്പോൾ ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ ചുമതലയുള്ള ലോകങ്ങളുടെ പരിധിയിൽപ്പെട്ടവരാണ് ഈ 333 മാലാഖമാർ എന്ന് പറയുന്നവർ. അപ്പോൾ സൃഷ്ടികൾക്ക് രൂപകൽപ്പന ചെയ്യാനുള്ള ചുമതല ഇവർക്കുണ്ടെന്നാണ്. അപ്പോൾ സുപരിചിത ലോകങ്ങളിൽ ഇറങ്ങി വരാറുള്ള മലക്കുകളാണിവർ. ആരെങ്കിലും ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ച്, നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ഇത്തരം അമലുകളൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫലം ലഭിക്കും. ഹലാലായ ഭക്ഷണം മാത്രം കഴിച്ച് നമ്മുടെ വയറിലെ ഭക്ഷണത്തിൻ്റെ അംശം കഴിയുന്നത്ര ഇല്ലാതാക്കിയിട്ട് അനാവശ്യ ചിന്തയും ഉറക്കവുമൊക്കെ ഒഴിവാക്കി ഏകാന്ത ചിന്തയോടുകൂടെ ഈ ഇസ്മിനെ ഉരുവിടാൻ തുടങ്ങിയാൽ ഇതിൻ്റെ ഇത്രയും പറയുന്ന ഖാദിമീങ്ങളും അവരുടെ ഖിദ്മത്തൊക്കെ അവരുടെ ആരാണോ ചൊല്ലുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരും എന്നുള്ളതാണ്. അതൊരു വലിയ നേട്ടമല്ലേ. ഈ ഇസ്മിനൊരു ദുആ ഉണ്ട്. ആ ദുആ കുറച്ച് ദീർഘമായ ദുആ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതി കാണിക്കാത്തത്. അല്ലാഹുമ്മ അൻതൽ മുസവ്വിറുല്ലദീ തജ്മഉ ശതാത്ത് വതലുമ്മു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വളരെ ശ്രേഷ്ഠമേറിയൊരു ദുആ. ഇൻഷാ അല്ലാഹ് അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റിൽ അത് ഇടുന്നുണ്ട്. ആ ദുആ ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് സേവ് ചെയ്യാനേ ആവശ്യം ഉണ്ടാവുള്ളൂ. നല്ല ക്ലിയറിൽ അത് കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനൊരു കളം ഉണ്ട് കേട്ടോ. ഈ കളം നമ്മൾ ഒരു മാറോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിങ്ങിലോ മോതിരത്തിലോ പളുങ്ക് മോതിരത്തിലൊക്കെ വെച്ച് അത് ദേഹത്തിലിങ്ങനെ ധരിച്ച് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അത് ഈ കളം നമ്മൾ കയ്യിൽ ചുമന്ന് നടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയിലും നമ്മെക്കുറിച്ച് ഒരാൾക്ക് ന്യൂനത പറയാനുണ്ടാകില്ല. ഈ ന്യൂനതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി തെറിച്ചു പോകാൻ കാരണം. നമ്മൾ തകർന്നു പോകാനൊക്കെ കാരണം ന്യൂനത. മറ്റുള്ള ഹാസിദീങ്ങളും ആയുധായിങ്ങളും ശത്രുക്കളൊക്കെ നമ്മെക്കുറിച്ച് പറയുന്ന ഇത്തരം പ്രതിസന്ധികളാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ ഇസ്മ ആ രൂപത്തിൽ ഇതിൻ്റെ കളമൊക്കെ അടക്കി അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഫലം ലഭിക്കും. ഇതിലുള്ള ഇത്തരം കളങ്ങളുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ സ്വന്തമായി ചെയ്യാതെ അത് പ്രത്യേകമായിട്ട് സമ്മതമെടുത്ത് ഇജാസത്തോടു കൂടെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചടി ലഭിക്കാതിരിക്കാനൊക്കെ കാരണമാകും എന്നുള്ളത് കൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്കതിന് റീപ്ലൈ ഈ സമയത്ത് നൽകാനുള്ളൊരു പ്രയാസം കൊണ്ടാണ് നമ്മൾ നിങ്ങൾ അയച്ചത് മുഴുവൻ ഇവിടെ എല്ലാം കൃത്യമായി നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ ആകുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും വിളിച്ച് നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നിങ്ങളുടെ മക്കളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്നാൽ മതി. ആധുനിക ലോകത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളൊക്കെ ഈ ദുനിയാവിലുള്ള അലങ്കാരങ്ങൾ മാത്രമാണ്. ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നാളെ ആഖിറത്തിലേക്കൊക്കെ അത് ഉപകാരമുണ്ടാവുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാലിഹായ സന്താനം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സ്വാലിഹായ സന്താനം നാളെ മുറിഞ്ഞു പോകാത്ത അമലുകളിൽ നമ്മുടെ ഖബറിലേക്ക് ലഭിക്കുന്ന ഇദാമാത്ത ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ മുറിഞ്ഞു പോകില്ല. അതിലൊന്നെണ്ണിയത് സ്വാലിഹായ സന്താനം എന്നുള്ളതാണ്. നമ്മളെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് അവരങ്ങനെ ആക്കുന്നത്.
അവരെ ശരിക്കും മോൾഡ് ചെയ്യാനും വളർത്താനും അവരെ തെർബിയത്ത് ചെയ്യാനും ആത്മീയമായി അവർക്കൊരു വഴികാട്ടിയാകാനും ഒരു ഗുരുവര്യനുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഇപ്പോൾ തന്നെ കൊണ്ടാക്കണമെന്ന്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെയും നോർമലി കിട്ടാൻ പ്രയാസമാണ് ദർസിലേക്ക്. +2 കഴിഞ്ഞാൽ കിട്ടാനുള്ള പ്രയാസം കുറച്ചും കൂടെ കൂടും. കാരണം അവർക്ക് നാട്ടിലെ ഫ്രണ്ട്ഷിപ്പും സൗഹൃദങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ തീരെ കിട്ടില്ല. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ദർസിലേക്ക് മക്കളെ ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാൽ അവരെ കൊണ്ട് നാളെ നമുക്ക് കണ്ണുനീര് കുടിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ നാളെ നാം വൃദ്ധസദനങ്ങളിലേക്ക് വരെ എത്താൻ കാരണമാകുന്ന എത്രയോ സംഭവങ്ങൾ സമീപകാലങ്ങളിൽ നാം ന്യൂസുകളിലൂടെ വായിച്ചറിയുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. ചില ആളുകൾ മക്കളില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ചിലർ ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നു. മാതാവിൻ്റെ കഴുത്തറുത്ത് കൊല്ലുന്ന മക്കളുടെ കാലം അധികരിച്ചു വരുന്നു. ലഹരിക്കും മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട് ജീവിച്ച് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന മക്കളുള്ള കാലമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലിഹ്യങ്ങളായ മക്കളാക്കി ഉപകരിക്കുന്ന മക്കളാക്കി നാളെയൊക്കെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ ഖബറും പുറത്ത് വന്ന് നമുക്കൊക്കെ ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.